ട്രേഡ് മാർക്ക് വേഴ്സസ് പേറ്റന്റ് വളരെ ഓവർലാപ്പ് ചെയ്തു വരുന്ന രണ്ട് സബ്ജക്ട് മാറ്റേഴ്സാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതായത് ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന സബ്ജക്ട് മാറ്റേഴ്സാണ് ഇവ രണ്ടും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ രണ്ട് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രകാരം ഉള്ള പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നൽകുന്നതെങ്കിൽ പേറ്റന്റിന്റെ നിയമം ഇന്ത്യൻ പാറ്റന്റ് ആക്ട് 1970 ആണ്. ഇനി ട്രേഡ് മാർക്കിൽ നമ്മുടെ കച്ചവടം, സേവനങ്ങൾ, പ്രോഡക്ട്സ് എന്നിവയുടെ പേര്, ലേബൽ, ലോഗോ, എംബ്ലം, ടാഗ് ലൈൻസ്, സ്ലോഗൻസ് പോലുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പ്രോഡക്റ്റുമായോ അല്ലെങ്കിൽ കച്ചവടവുമായോ സേവനങ്ങളുമായോ ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെയിംസ്, എംബ്ലംസ്, ലോഗോസ്, ലേബൽസ്, ടാഗ് ലൈൻസ്, സ്ലോഗൻസ് പോലുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമമാണെങ്കിൽ പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടുപിടുത്തങ്ങളെയാണ്. ഇൻവെൻഷൻസ് ആണ് പേറ്റന്റിന്റെ സബ്ജക്ട് മാറ്റർ. പ്രധാനമായും രണ്ട് മേഖലയിലാണ്, അല്ലെങ്കിൽ ആകെ രണ്ട് മേഖലയിലെ ഇൻവെൻഷൻസ്, പേറ്റന്റബിൾ ആയ ഇൻവെൻഷൻസ് നടക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒന്ന് സാങ്കേതിക മേഖല, ടെക്നോളജിക്കൽ ആയിട്ടുള്ള മേഖലയും മറ്റൊന്ന് സയന്റിഫിക്, ശാസ്ത്രീയ മേഖലയുമാണ്. അതായത് പേറ്റന്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടോ കണ്ടുപിടിക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾക്കും ആ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പുതിയ പ്രോസസ് എന്നിവയ്ക്ക് നൽകുന്ന പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ട്രേഡ് മാർക്ക് ബിസിനസ്സിൽ, സേവനങ്ങളിൽ, പ്രോഡക്ട്സിന് ഒക്കെ നൽകുന്ന പേര്, ബിസ്ക്കറ്റിൻ്റെയോ ജ്വല്ലറി ഷോറൂമിൻ്റെയോ ക്ലോത്ത് ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെയോ മറ്റ് ഷോറൂമുകളുടെയൊക്കെ പേരുകൾ, അല്ലെങ്കിൽ ഫുഡ് സ്റ്റഫിന് നൽകുന്ന പേരുകളാണെങ്കിൽ പേറ്റന്റ് എന്ന് പറയുന്നത് പുതിയ ഉൽപ്പന്നങ്ങളെയോ അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്ന പുതിയ രീതികളെയോ പ്രോസസ്സിനെയോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന മേഖലയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, പേറ്റന്റ് വേഴ്സസ് ട്രേഡ് മാർക്ക്.